കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ വീട് നവീകരണത്തിനാവശ്യമായ തുക NSS വിദ്യാർത്ഥികൾ കണ്ടെത്തുമെന്ന് ബിന്ദു പറഞ്ഞു. ആ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ആരോഗ്യ മേഖലയിലെ സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം തുടരുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. മെഡിക്കൽ കോളേജിനടുത്ത് മാർച്ച് തടഞ്ഞ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. BJP എറണാകുളം നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളമശ്ശേരി NIA ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി. യുവമോർച്ച ദേശീയ സെക്രട്ടറി P. ശ്യാംരാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സമരം തുടക്കം മാത്രമാണെന്ന് P. ശ്യാംരാജ് പറഞ്ഞു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ രോഗികളെ വെറും തറയിലാണ് കിടത്തിയിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് ബിന്ദു മരിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോയതിനെയും ശ്യാംരാജ് വിമർശിച്ചു. സമരരംഗത്തുള്ളവരെ DYFI ഭയപ്പെടുത്തുകയാണെന്നും ഭീഷണി കൊണ്ട് BJPയും യുവമോർച്ചയും ഭയക്കില്ലെന്നും ശ്യാംരാജ് പറഞ്ഞു. ഇന്നലെ രാത്രി 8-9 മണിക്ക് ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിനകത്തുള്ള ഒരു വാർഡിൽ നിന്ന് എടുത്ത ചിത്രമാണിത്. 2 ദമ്പതികളാണെന്ന് തോന്നുന്നു. വെറും തറയിൽ കിടക്കുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഒരു നിയമമുണ്ടത്രേ. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ആരെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു കൺസെന്റ് എഴുതി മേടിക്കും, ഒരു സമ്മതപത്രം എഴുതി മേടിക്കും. അതിങ്ങനെയാണ് ആശുപത്രിയിൽ ഞങ്ങൾക്ക് കിടക്കകൾ കിട്ടിയിട്ടില്ലെങ്കിലും ഇതുപോലെ തറയിൽ കിടക്കാമെന്ന്. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. ബാരിക്കേഡുകളും മറിച്ചിട്ടു. ഇതിന്റെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. BJP എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് MA ബ്രഹ്മരാജ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിമാരായ ഷാജി മൂത്തേടൻ, MM ഉല്ലാസ് കുമാർ, ബസിത് കുമാർ, നേതാക്കളായ പ്രമോദ് തൃക്കാക്കര, സേതുരാജ് ദേശം എന്നിവർ നേതൃത്വം നൽകി. ജനം, കൊച്ചി.